അതെ, ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ. നിങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടാവില്ല. എണ്ണ എപ്പോഴും നമ്മൾ മുളകും എണ്ണ. പക്ഷെ അങ്ങനെയാണ് ചെറുത്തുണ്ടോ? അതുകൊണ്ട് ഇത് മാറ്റി വെക്കണമല്ലോ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കിയ ചെയ്തിട്ടും നോക്ക്. എല്ലാവർക്കും ഓരോന്ന് കൊടുക്കുക. ക്യാമറ ഒന്ന് മാറ്റി, കാരണം ചാർജ് തീർന്ന്. അപ്പൊ അടുത്ത ഫോൺ എടുക്കും. അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്നുള്ളത്. അടിപൊളി. കാരണം എരിവും മധുരവും പൊടി മിക്സ് ചെയ്തത്. പിന്നെ മല്ലിയില ഇഷ്ടമല്ലാത്തവർക്ക് കഴിക്കാൻ പറ്റില്ല, കാരണം മല്ലിയിലയുടെ ഒരു മുന്നിൽ നിക്കണുണ്ട്. ഉണ്ടല്ല, ആദ്യം നമ്മൾ കഴിക്കുമ്പോ വിചാരിക്കേ അയ്യോ ഇത് അത്ര വലിയ. പിന്നെയുണ്ടല്ല, കഴിച്ചു തുടങ്ങിയാ പിന്നെ നിർത്തൂല കേട്ടോ, അതുകൊണ്ട് ഇത് മാറ്റി വെക്കണമല്ലോ. അപ്പൊ കുറെ കഴിച്ചു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിത് ഉണ്ടാക്കിയ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കട്ടാ. ഓ, ഞാനാണ് ഇവിടെ പൈനാപ്പിൾ കട്ട് ചെയ്യണ ആള്. ആദ്യം ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യണ ആദ്യം. സത്യം ഇത് നന്നായി പഴുത്തു കേട്ടോ. പൈനാപ്പിൾ എപ്പോഴും പഴുത്തതല്ലേ കേട്ടോ നല്ലത്. എന്റെ അമ്മ അത് കണ്ട കുഴപ്പമില്ല. അമ്പരൊന്നും ഇത്രയും താത്തിച്ചെത്തൂല. പക്ഷെ അങ്ങനെയാണ് ചെത്തേണ്ടത്. അതിന്റെ മുള്ളില്ലേ, എനിക്ക് അതാ ഇഷ്ടമല്ലാത്ത. പണ്ട് തൊട്ട് അതിന്റെ മുള്ളിങ്ങനെ വായലൊക്കെ പോകും. ഞാൻ അതുകൊണ്ട് കഴിക്കാറില്ല. ഞാനും ഇവിടെ എല്ലാവർക്കും ചെത്തി കൊടുക്കും. അതിന്ന് ഒരു അമ്മ കണ്ട അവള് അമ്മ ഇങ്ങനെയാണ് ഇട്ടാ ചെത്തേണ്ടത്. നീ പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോഴേ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യട്ടെ. ബൈറ്റ് പീസാക്കി കട്ട് ചെയ്യും. നീ എപ്പോഴും വലിയ പീസായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഈ നടുക്കത്തെ പീസ് ഭയങ്കര ഇഷ്ടം. എല്ലാരും ഇത് കളയൂലേ, അതാണ് എനിക്ക് തിന്നാൻ ഇഷ്ടം. നോക്കട്ടെ നിന്റെ ഭയങ്കര വലുതായിരുന്നു. ഇത് പോരെ, ഇത്രയും ചെറുത് പോരെ? നല്ല മധുരം ഉണ്ടല്ലോ ഇതേട്ടാ. ചെയ്തേട്ടാ കൊണ്ടുവന്നുണ്ടല്ലോ, അത്ര പോരായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ പൈനാപ്പിൾ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യാൻ പോണോ? ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് എടുക്കട്ടെ. പൈനാപ്പിളിൻ്റെതൊക്കെ വൃത്തിയാക്കി അപ്പൊ നീച്ച നമ്മൾ പിടിച്ചോളൂ. ഇതെല്ലാം ആവശ്യത്തിന് മതിയിട്ടാ, കൊറേ ഒന്നും ഇടരുത്. അപ്പൊ 2 അല്ലി വെളുത്തുള്ളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കണത്. ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായതാ. പിന്നെ ഈശ്വര പച്ചമുളക് കുറച്ചിട്ടാ മതിയാ? ഇട്ടോ നീ? ഇത്ര മതി അല്ലേ? ഇട്ടോടി. കുറച്ച് ചില്ലി ഫ്ലേക്സ്. അത്രയും പൈനാപ്പിൾ ഇല്ലേ? നമുക്ക് കുറച്ച് കെച്ചപ്പ്, നാരങ്ങ, ഉപ്പ് വേണമായിരിക്കും. ഉപ്പ് വേണ്ടേ? അരച്ചെടുക്കരുത്, ചമ്മന്തി പോലെ. വെളിച്ചെണ്ണ ഒന്നും വേണ്ട? അതൊന്നും വേണ്ട. കണ്ട നോക്കിലോട്ടിടാം. I do.
കുലുക്കി പൈനാപ്പിൾ പൊട്ടിയ പാത്രം ഒന്നുകൂടി കളിക്ക്. കുലുക്കി പൈനാപ്പിൾ നോക്കട്ടെ ചെയ്തേട്ടാ. ഇതെങ്ങനെയുണ്ട് പറയ. തനിക്ക് മല്ലിയിലൊന്നും ഇഷ്ടമല്ലാത്ത ആളല്ലേ? കഴിച്ചോക്കെ. പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടാ. ഇതൊന്ന് മല്ലിയിലയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. അതാണ് കൂടുതൽ ഇട്ടേക്കണ ഒരു ഇൻഗ്രീഡിയന്റ് ആയിട്ട്. പൈനാപ്പിൾ കഴിഞ്ഞാൽ പിന്നെ മല്ലിയിലാണ് കൂടുതൽ. പിന്നെ പച്ചമുളകിന്റെ ടേസ്റ്റ് ഉണ്ട്. ഒരു പച്ചമുളകിന്റെ എന്തെന്നാ ചില്ലി ഫ്ലേക്സ്. ഈ കപ്പയും കാന്താരിയൊക്കെ കഴിക്കണ ആളുകൾക്ക് ബെസ്റ്റ് ആണ് ഈ സാധനം. അതെ, ഇത് കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്. ആരെങ്കിലൊക്കെ വന്ന് മഞ്ഞയില് പച്ച ഇത് വരുമ്പോ ചില്ലി ഫ്ലേക്സ് ഇത്രയും കൂടി ഇട്ടാ ഇത്രയും കൂടി ഭംഗിയാണ്. ഞാൻ എരിവ് അധികം കഴിക്കാത്തോണ്ട. പിന്നെ നമ്മള് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുളി രസം വരുന്നുണ്ട്. മനസ്സിലായ? അതാണ് പുളിയും എരിവും പിന്നെന്താ ചെയ്തിട്ട് മധുരവും. 3 ടേസ്റ്റാണ് ഇതിൽ വരുന്നത്. എരിവ്, പുളി, മധുരം. കറക്റ്റ്. ഞാൻ പെട്ടെന്ന് നാരങ്ങയുടെ കാര്യം മറന്നു. ഞാൻ വെച്ചിട്ട് എവിടെന്നാണ് ഈ പുളി വരുന്നത്? പിന്നെയാണ് ഞാൻ ഓർത്തത്. ആ നാരങ്ങ നമ്മൾ പകുതിയോളം ചേർത്തിട്ടുണ്ട്. ഞാൻ അച്ഛനും അമ്മക്കും കൊടുക്കും. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അത് ഇങ്ങനെ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഈ മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാൻ ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ. അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടായിട്ടില്ല എന്നത് കഴിച്ചോണ്ടിരിക്കണം. ഞാൻ അല്ല, ഇത് ഒരു പീസ് കഴിച്ചാ പിന്നെ നിർത്തില്ല, കഴിച്ചോണ്ടിരിക്കും. ഇല്ലേ? ഇത് പകുതി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഹായ്. നല്ല കാറ്റില്ലേ ഇതോട്ടെ ഇവിടെ? എവിടെ? അതെങ്ങനെ? ഇവിടെ വാഴ ഇരുന്നില്ല അധികവും. വല്യമ്മേനെ ജനലേക്കൂടെ നോക്കായിരുന്നു. വല്യമ്മേ നോക്കിട്ട് വന്നാലാ? ചെയ്തിട്ട് നോക്ക്.